എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയ വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി റീസ്റ്റോർ ചെയ്തപ്പോഴത്തേക്ക് എന്തൊക്കെ പാർട്സാണ് മാറിയിട്ടുള്ളത്, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്, പെയിൻറ്റിങ്, പ്ലേറ്റിങ്, ടോട്ടൽ ഈ ഒരു വണ്ടിക്ക് എത്ര രൂപയായിട്ടുണ്ട്, വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് അതിനൊരു ഐഡിയ കിട്ടുന്നതാണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണുക കേട്ടോ, അതാണ് ആദ്യമേ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലേ. ഓക്കെ, ഏത് വർഷത്തെ വണ്ടിയാണിത്? ഇത് 2016 17 BS4 വണ്ടിയാണ്. BS4 വണ്ടിയാണ്. ഓക്കെ, BS4 സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള വണ്ടി. ഇതിന്റെ മുന്നത്തെ കളർ എന്തായിരുന്നു? ഇത് ബ്ലാക്ക് കളറായിരുന്നു. ബ്ലാക്ക് കളറായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു കളറിലേക്ക് മാറിയിട്ടുണ്ട്. ശരിക്കും ബ്ലാക്ക് തന്നെ ചെയ്യാനായിട്ടാണ് വന്നത്. ബ്ലാക്ക് തന്നെയാണ് പറഞ്ഞു വെച്ചിരുന്നത്. ഏകദേശം വർക്കെല്ലാം കഴിഞ്ഞു, വണ്ടി പ്രൈമറൊക്കെ അടിച്ചു, പെയിന്റിങ് കളർ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്ന സമയത്താണ് നമ്മൾ മറ്റേ അമ്പലപ്പുഴത്തെ വണ്ടി ഇതേ സെയിം കളർ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇപ്പൊ ഒരു മാസം മുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തില്ല. നമ്മൾ ചേട്ടന് തിരക്കായപ്പോ ഞാനും അപ്പോഴത്തേക്ക് എനിക്ക് അവിടെ നിന്ന് വിളി വന്ന് പറഞ്ഞു, മറ്റേ ഫോട്ടോ അയച്ചു തന്നു, വണ്ടി സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പറഞ്ഞു, ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ അറിയാം, ഇതേപോലെ എനിക്ക് വേണം എന്നേ പറഞ്ഞുള്ളൂ. ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ റിമ്മായിരുന്നു, ഇതിൽ അലോയ്സ് ആണ്. അതെ, അലോയ്സ് ആണ്. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഈ സെയിം കളർ കോഡ് ആയിരുന്നോ? ഇത് ഇച്ചിരി ഡാർക്ക് ആക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി ഡാർക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷേ കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾ ഇപ്പം ഈ കാണുന്ന ഫ്രെയിം എന്ന് പറയുന്നത് സണ്ണിങ്ങനെ ഓപ്പോസിറ്റ് നമ്മളെ നേരെ അടിക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല രീതിക്കായിരിക്കും ഈ ഫ്രെയിമിൽ നിങ്ങൾ കാണുന്നതെന്നുള്ളതിൽ വേറൊരു സംശയമില്ല. അപ്പോൾ പെയിന്റിങ് എത്ര ആയിട്ടുണ്ട്? 14 രൂപയാണ് പെയിന്റിങ് ആയിട്ടുള്ളത്. പിന്നെ സ്പെയർ എന്തൊക്കെയാ? സ്പെയർ ഇതിൽ ഇപ്പോൾ ഓരോന്നായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പാഡ്, ഫോർക്ക് കോയിൽ സീൽ ഇല്ല, ഇത് പഴയത് പ്ലേറ്റ് ചെയ്താണ്. പിന്നെ ഇതിൽ സ്പീഡോമീറ്റർ മാറിയിട്ടില്ല, ലോക്ക് സെറ്റ് മാറിയിട്ടില്ല, ഇത് ഒതുക്കി വെച്ചിരുന്ന വണ്ടിയാണ്. ലോക്ക് സെറ്റ് മാറിയിട്ടില്ല, കംപ്ലൈന്റ് ഇല്ല. ആംബിയർ മീറ്റർ മാറി, സ്വിച്ചസ് മാറി, പിന്നെ ത്രോട്ടില് ഈ എൻഡ് വെയിറ്റ് ഇതൊക്കെ പെയിന്റ് അടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ പൊള്ളി ഇളകി പോകും. ഇത് പറഞ്ഞാൽ 100 രൂപ ഒറിജിനൽ വിലയുള്ളൂ. പിന്നെ 2 ലിവേഴ്സ്, പിന്നെ യോക്കൊന്നും മാറിയില്ല. പിന്നെ ക്രാഷ് കാർഡ് വേറെ ആയിരുന്നു, ഇത് വെച്ചിട്ടുണ്ട്. ക്രാഷ് കാർഡ് ഇത് ഏത് ബ്രാൻഡാ? ഇത് മറ്റേ ഓമേഷ് എന്ന് പറയും, ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഓമേഷ് നമ്മൾ പക്ഷേ യൂസ് ചെയ്യുന്ന പൊതുവെ മറ്റേ SM ചെന്നൈയിൽ ഒരു സാധനമുണ്ട്. ഇതിൽ ഇത് കുറച്ച് മറ്റേത് കുറച്ച് കോസ്റ്റ് ആണ്. 4200. ഇതിപ്പോ എത്ര രൂപ? ഇത് ബില്ല് നോക്കണം, ഇതിന് അത്രയും വിലയില്ല, വില കുറവാണ്. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അത് കിട്ടാനില്ലായിരുന്നു, ഈ ഷോർട്ടേജ് കാരണം കിട്ടിയില്ല. പിന്നെ ഇത് നമ്മൾ സീരി എടുക്കുന്ന ഷോപ്പിൽ നിന്നല്ല ഈ ക്രാഷ് കാർഡ് എടുത്തത്. വേറെ സ്ഥലത്ത് പോയിട്ട് ഇത് ഈ ടൈപ്പിൽ തന്നെ വേണമെന്ന് പറഞ്ഞു, മറ്റേ മോഡലേ. അത് പഴയ മോഡൽ വണ്ടിയിൽ ഇരിക്കുന്ന സാധനം. ഇത് രണ്ടിനും സെയിം ആവുന്നാലും മറ്റേത് കുറച്ചുകൂടെ തള്ളലുണ്ട്, വിട്ടുണ്ട്, വലുതാണ്. പിന്നെ നമ്മൾ സൈലൻസർ മാറ്റി, ഇതിലിരുന്നത് സ്റ്റോക്ക് സൈലൻസർ ആയിരുന്നു, അത് പ്ലേറ്റിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗണ്ട് വേണമെന്നുള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ സൗണ്ട് ഉള്ള ഒരു സൈലൻസർ. പിന്നെ നമ്മൾ ടൈൽ ലാമ്പ് ബസ്സി മാറ്റി, 4 ഇൻഡിക്കേറ്റർ, ബാക്കിലത്തെ 2 ഷോക്ക് അബ്സർ മാറിയിട്ടുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് മാറി, കാർബോട്ടർ ഒന്നും മാറിയിട്ടില്ല, പഴയതാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സൈഡ് സ്റ്റാൻഡ് മാറ്റിയായിരുന്നു. പിന്നെ ബാക്കി ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കേബിൾസ്, ഫുഡ് റെസ്റ്റ്, ഇത് ഫുഡ് റെസ്റ്റ് ഒക്കെ പുതിയതാണ്. പിന്നെ ചെയിൻ സ്പ്രോക്കറ്റ് മാറിയായിരുന്നു, സ്പ്രോക്കറ്റ് തീരാറായിരിക്കുന്നു. അങ്ങനെ നോർമലി നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ മാറുന്ന കുറച്ച് പാർട്സുകളുണ്ട്. അതായത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി ടോട്ടൽ റീസ്റ്റോറേഷൻ എന്ന് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ അത് ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ ഒരു പെർഫെക്ഷനോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാക്സിമം നമ്മൾ കസ്റ്റമറോട് സംസാരിച്ചിട്ട് അവരുടെ മനസ്സിലുള്ള ഒരു ഐഡിയ വെച്ചിട്ട്, ചിലർ പറയും ബഡ്ജറ്റൊന്നും പ്രശ്നമല്ല, നിങ്ങൾ എനിക്ക് മാക്സിമം പുതിയ പാർട്സ് തന്നെ തരണം, നല്ല പക്കയാക്കണമെന്ന് പറയും. ചിലർ ഇത്ര രൂപ ബഡ്ജറ്റിൽ നിൽക്കണമെന്ന് പറയും. പിന്നെ നമ്മളെ വീഡിയോ തന്നെ ഇടുമ്പോഴത്തേക്ക് പലരും വന്നിട്ട് ഇത്ര രൂപയോ ചോദിക്കുന്നവരുണ്ട്. ഓരോ വണ്ടി എത്ര രൂപയിൽ വർക്ക് കഴിയണമെന്ന് ശരിക്കും തീരുമാനിക്കണം അതിന്റെ കസ്റ്റമർ. കാര്യം പെയിന്റിങ്ങിനും പ്ലാറ്റിങ്ങിനും പണിക്കൂലിക്കും ഒരു ഫിക്സഡ് റേറ്റ് ഉണ്ട്, അത് തന്നെ ആയിരിക്കും. പക്ഷേ ബാക്കി സ്പെയർ അനുസരിച്ചിട്ടാണ് വണ്ടിക്ക് റേറ്റ് മാറും. ഇത് 4ാമത്തെ വണ്ടിയാണ് ഈ കളർ ഞാൻ അടിക്കുന്നത്. നമ്മൾ 2ാമത്തെ വണ്ടിയുടെ വീഡിയോയാണ് ചെയ്യുന്നത്. ഈ 4 വണ്ടിക്ക് 4 കോസ്റ്റാണ്. 4 വണ്ടിക്ക് ഒരേ വർക്കാണ് ചെയ്തത്, ഒരേ ആൾക്കാരാണ് പണി ചെയ്തത്, പക്ഷെ 4 വണ്ടിക്ക് 4 കോസ്റ്റാണ്. അത് അങ്ങനെ വരും. ഈ ഒരു കളർ ചെയ്ത ഫസ്റ്റ് വണ്ടി ഇനി കിട്ടാൻ ഫസ്റ്റ് വണ്ടി കിട്ടും, നമുക്കൊരു വീഡിയോ. ഫസ്റ്റ് വണ്ടി ഇവിടെ നമ്മളെ അടുത്ത് തന്നെയുള്ള കടക്കാര് തന്നെയുള്ള പുള്ളിയുടെ വണ്ടിയാണ്. അത് നമുക്ക് എടുക്കാം. അതിപ്പോ ആള് ഗൾഫിലാണ്, വണ്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. പലരും ഇങ്ങനെ പറയാറുണ്ട് ഈ പെയിന്റ് ഫെയ്ഡ് ആവും എന്നുള്ളൊരു സംഭവം. പിന്നെ അത് നമുക്ക് ഉടനെ കാണിച്ചു കൊടുക്കാം. എന്തായാലും നിങ്ങൾ ആ ഒരു വീഡിയോ ഉടനെ കാണുക. അത് മാത്രമല്ല 2.5-3 വർഷം മുമ്പ് വരെ റീസ്റ്റോർ ചെയ്ത് ഇറക്കിയ വണ്ടികളുണ്ട്. ഗ്രീൻ കളർ അല്ല, നേരത്തെ പെയിന്റ് ചെയ്ത അത് ഇൻസ്റ്റയിൽ അന്ന് ഇറക്കിയ സമയത്തിട്ട വീഡിയോയിലുണ്ട്. ആ വീഡിയോയിൽ ഡേറ്റും കാണാം, വണ്ടികളുടെ ഇപ്പോഴത്തെ കോലോ നമുക്ക് കാണാമല്ലോ. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇപ്പോൾ സ്പെയർ എല്ലാം കൂടി എത്ര രൂപ ആയിട്ടുണ്ട്? സ്പെയർ ടോട്ടൽ ഒരു 27-29 ആ റേഞ്ച്. 29 രൂപ ആയിട്ടുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും കുറച്ച്. പിന്നെ ഇതിൽ വയറിംഗ് കിട്ടൊന്നും മാറിയിട്ടില്ല. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ വയറിംഗ് കിട്ടും, അങ്ങനെ മാക്സിമം പാർട്സുകൾ മാറി. കാര്യം ഈ ഇത്രയും സമയം എടുത്ത് നമ്മളതിൽ ദൂരെ നിന്ന് കൊണ്ട് തന്ന ഒരു വണ്ടി വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം നമ്മളത് കൊടുക്കുമ്പോഴത്തേക്ക്, അതായത്
ആ വണ്ടിക്ക് പിന്നെ ഒരു കംപ്ലൈന്റ് പെട്ടെന്നൊന്നും വരരുത്. ജസ്റ്റ് പുതിയ വണ്ടി പോലെ ഓയിൽ മാറുക, ബ്രാക്കറ്റ് ടൈറ്റ് ചെയ്യുക, ചെയിൻ ടൈറ്റ് ചെയ്യുക, ഓടിക്കുക. ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് റേറ്റ് കൂടുതലാണ്, പെയിന്റിങ് കൂടുതലാണ്, പ്ലേറ്റിംഗ് കൂടുതലാണെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈ പറയുന്നവരുടെ എല്ലാവരും പ്രൊഫൈൽ ഞാൻ കയറി നോക്കാറുണ്ട്. നമ്മളെ അടുത്തുനിന്ന് വണ്ടി പണിതുകൊണ്ട് പോയ ഒരു കസ്റ്റമർ പോലും ഇന്നേ വരെ ഒരു കുറ്റം പറഞ്ഞൊരു കമന്റ് ഇട്ടിട്ടില്ല. ഈ എല്ലാ വീഡിയോയുടെ അടിയിലും കസ്റ്റമർ അവരുടെ റിവ്യൂ അതേപോലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു കാര്യമില്ലാതെ കുറച്ചുപേർ ഇങ്ങനെ പറയുന്നുണ്ട്. അതെപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും, ഏതൊരു സ്ഥലത്തും ഉണ്ടാവും. അപ്പം നമ്മളത് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മളെ കസ്റ്റമർ ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. കാണുന്നവർ പലതും പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പ്ലേറ്റിംഗ് ഏതൊക്കെ പാർട്സ് ആണ് ചെയ്തിട്ടുള്ളത്? പ്ലേറ്റിംഗ് നമുക്ക് ചെയ്തിട്ടുള്ളത് ബെൻഡ് പൈപ്പ്, സൈലൻസറിന്റെ ബെൻഡ് പൈപ്പ്, ഗിയർ ലിവർ പ്ലേറ്റിംഗ് ആണ്. ഈ ബ്രാക്ക് പെഡൽ, ഈ ഇത് പ്ലേറ്റിംഗ് ആണ്. കിക്കർ നമ്മൾ പ്ലേറ്റ് ചെയ്യാറില്ല. ഈ ബോക്സിനൊക്കെ തേയ്മാനം വരും. പിന്നെ അതിനേക്കാളും കിക്കർ ഒറിജിനൽ പുതിയത് മേടിച്ച് വെച്ച് കൊടുക്കുകയുള്ളൂ. പിന്നെ എഞ്ചിൻ കവർ എല്ലാം പ്ലേറ്റിംഗ് ആണ്. അപ്പോൾ പ്ലേറ്റിംഗ് എത്ര? പ്ലേറ്റിംഗ് നമ്മൾ ചെയ്യുന്നിടത്ത് ഇതെല്ലാം പ്ലേറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാം കൂടി 15,500 പ്ലേറ്റിംഗ്, 15,500 രൂപ പ്ലേറ്റിംഗ്. അതും കുറവാണല്ലേ സത്യം പറഞ്ഞാൽ? നോർമലി 18 രൂപ, 19 ഒക്കെ വരും. അത് മെയിനായിട്ട് പഴയ മോഡൽ വണ്ടിക്കാണ്. ശരിയാ. അപ്പോൾ ഇനിയുള്ളതെന്ന് പറയുന്നത് ലേബർ 10,000 രൂപ തന്നെയാണ്. 10,000 രൂപ. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടൽ കോസ്റ്റ് 68 സംതിങ് ഈ വണ്ടിക്കായി. 68,000 രൂപയാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടിക്ക് ആയിട്ടുള്ളത്. പിന്നെ എന്നാൽ ഇവിടെ ഈ ഒരു ലോഗോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ കളറിന് നല്ല മാച്ചിങ് നല്ല മാച്ചിങ് ആണ്. പക്ഷേ ഇവിടെ ഒരു ഫിനിഷിംഗ് ഇല്ല, കണ്ടോ? ആ ഒരു ചെറിയ പ്രശ്നം, ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാൻ. അതെ. പക്ഷെ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ, വേറെ ഒരു പ്രശ്നവുമില്ല. ഈ ക്രോം എലമെന്റ് കൂടുതൽ വരുന്നൊരു ടൈപ്പ് ലോഗോ ഉണ്ടല്ലോ, അതാണ് ഒട്ടിക്കുമ്പോൾ പണിയാവുന്നത്. പക്ഷെ ഇത് നല്ല രസമുണ്ട്, നല്ല സിമ്പിൾ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ എന്തായാലും 68,000 രൂപയ്ക്ക് അടിപൊളി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ 2017 മോഡൽ. 2017 മോഡൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇനി അതല്ല ബുള്ളറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മുടെ ഷിജിനെ കോൺടാക്ട് ചെയ്യാം. ഷിജിൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിനടുത്തുള്ള കടയ്ക്കാവൂരാണ് കേട്ടോ. നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് ബുള്ളറ്റ് സോൺ കടയ്ക്കാവൂർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിജിൻ്റെ ആ ഒരു ലൊക്കേഷൻ കിട്ടും. ഇനി അതല്ല ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. ഇനി അതല്ല വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലത് വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ കുറേ പേര് ആക്ച്വലി എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഷിജിൻ ബ്രോയിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നുള്ളത്. ഞാൻ എന്തായാലും എനിക്ക് കിട്ടുന്നവർക്കൊക്കെ തന്നെ ഞാൻ പേഴ്സണലി ഷിജിന് മെസ്സേജ് അയച്ചു കൊടുത്തിട്ട് അവർക്ക് എന്തായാലും റിപ്ലൈ കൊടുക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ കുറച്ച് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാവരുടെ ക്ഷമ വയ്ക്കുന്നു. കാര്യം ഡെയിലി ഒരു 60-70 മെസ്സേജ് അയക്കുന്ന ഒരു ദിവസം മനസ്സിലായി രാത്രി ആകുമ്പോൾ വാട്സപ്പിൽ വരണം. അപ്പം ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് വീണ്ടും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഈ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ 9 മണി 9:30 മണിയൊക്കെ ആവും. അപ്പം ഞാൻ സമയം പോലെ എല്ലാവർക്കും ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും കുത്തിയിരുന്ന് 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള ഒന്ന് വെയിറ്റ് ചെയ്യാൻ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഒരു 60-70 മെസ്സേജൊക്കെ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ആർക്കായാലും റെസ്പോണ്ട് ചെയ്ത് എത്താനായിട്ടുള്ളൊരു ചെറിയ ഡിലേ ഉണ്ടാവും. അതാണ് ആക്ച്വലി നിങ്ങളിപ്പോൾ കണ്ടത്. കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തായാലും ലേറ്റ് ആയാലും ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ബുള്ളറ്റ് ഇപ്പോൾ റീസ്റ്റോർ ചെയ്യാനാണെങ്കിൽ എന്തായാലും ഒരു 3 മാസം എടുക്കും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഡിലേ ആയാലും റെസ്പോണ്ട് ചെയ്താലേ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ തിരുവനന്തപുരം കൊല്ലം ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നേരിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം എന്തായാലും റീസ്റ്റോറേഷനുള്ള വണ്ടി നമ്മൾ എന്തായാലും കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ. പിന്നെ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചിട്ടല്ലേ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. കൂടാതെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി അതല്ല ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ആയിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.